ഓർമ്മയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്ക് തിരുത്തി ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അത് തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരെക്കുറിച്ചാണ്. കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ അത് ഒരു മതവിഭാഗത്തിന്റെ തലയിടാൻ ശ്രമിച്ച രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവനയോട് ആദ്യം മുഖ്യമന്ത്രി പ്രതികരിച്ചത് വിഷമെന്നായിരുന്നു. അടുത്ത ദിവസം അത് മാറ്റി കൊടും വിഷം എന്നാക്കി. അങ്ങനെ മുഖ്യമന്ത്രിയെ കൊണ്ട് ആദ്യമായി വാക്ക് മാറ്റിപ്പിച്ച മഹാനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും ചേർന്ന് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ IT നഗരമാക്കി മാറ്റുമെന്നാണ് ഇപ്പോൾ തള്ളിമറിക്കുന്നത്. അദ്ദേഹത്തിന് അറിയുമോ എന്നറിയില്ല. അദ്ദേഹം ഇന്റലിന്റെ കഫ്റ്റീരിയയിൽ ബിൽഗേറ്റ്സും സ്റ്റീവ് ജോബ്സും ഒക്കെയായി സവാള വടയും ചായയും കുടിക്കുന്നതിന് മുന്നേ അന്നത്തെ മുഖ്യമന്ത്രി E.K. നയനാരും KR ഗൗരിയമ്മയും KPP നമ്പ്യാരുമൊക്കെ ചേർന്ന് US-ലെ ആപ്പിൾ കമ്പനി സന്ദർശിച്ചു. 1989. അവിടുത്തെ ഒരു ജീവനക്കാരുടെ ശമ്പളം മണിക്കൂറിൽ $12 ആണ് എന്ന് കേട്ട നയനാർ നമുക്കും ഇതുപോലെ ഒന്ന് നാട്ടിൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയും തുടർന്ന് 1990-ൽ അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ തിരുവനന്തപുരം ടെക്നോ പാർക്ക്. ഇന്ന് രാജ്യത്തെ എണ്ണം പറഞ്ഞ IT പാർക്കുകളിൽ ഒന്ന്. അന്ന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പോലുമില്ല. അന്ന് കഴക്കൂട്ടത്ത് ഒരു കെട്ടിടത്തിൽ ആരംഭിച്ച ആ IT സ്ഥാപനം ഇന്ന് ചാക്ക മുതൽ തോന്നയ്ക്കലും കഴിഞ്ഞ് കടമ്പാട്ടുകോണം വരെ നീണ്ട് ഒറ്റ റോഡിൽ ഇരുവശത്തുമായി വിവിധ IT പാർക്കുകളും റിസർച്ച് ഹബ്ബുകളും സയൻസ് പാർക്കുകളുമായി പടർന്നു കിടക്കുന്ന വലിയൊരു IT ശൃംഖലയായി മാറി. ലോകത്തെ വിവിധ കമ്പനികൾ, ലക്ഷക്കണക്കിന് ജീവനക്കാർ. ഇടത് സർക്കാരുകളുടെ, പ്രത്യേകിച്ചും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമാണ് ടെക്നോ പാർക്ക് അടക്കമുള്ള കമ്പനികളുടെ ഇന്നത്തെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമായത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെയോ ഒരു സംഭാവനയും ഇല്ല എന്ന് മാത്രമല്ല, ടെക്നോ പാർക്കിന്റെ വികസനത്തെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചത് താങ്കളുടെ സ്വന്തമായ ചാനലും കൂടി ചേർന്നായിരുന്നു. ഓർമ്മയില്ലേ, 30,000 പേർക്ക് ജോലി ലഭിക്കുന്ന 1,500 കോടി രൂപയുടെ പ്രോജക്റ്റ് ടോറസിനെതിരെ താങ്കളുടെ ചാനലിലെ ഒരാൾ നടത്തിയ കുത്തിത്തിരിപ്പുകൾ? എത്ര വാർത്തകൾ, എത്ര സ്റ്റോറികൾ, കപട പരിസ്ഥിതിവാദികളെ ഇടയ്ക്കുവിടൽ. അവസാനം ടോറസിന്റെ അനുബന്ധ സ്ഥാപനമായ ഡ്രാഗൺ സ്റ്റോണിന്റെ പരിസ്ഥിതി ക്ലിയറൻസ് റദ്ദാക്കുകയും 15 കോടി പിഴ വിധിക്കുന്നതിലേക്ക് വരെ അതിനെ എത്തിച്ചു. അന്ന് താങ്കളുടെ ചാനലിന് ആഘോഷരാവായിരുന്നു. നിർമ്മാണ ജോലികൾ മുടങ്ങി പ്രോജക്റ്റ് തന്നെ ഇല്ലാതാകുമെന്ന അവസ്ഥയിൽ നിന്നും അതിനെ എല്ലാം തരണം ചെയ്ത് ഇന്ന് ആദ്യഘട്ട പൂർത്തീകരണത്തിലേക്ക് കടക്കുമ്പോൾ IT മന്ത്രി എന്ന നിലയിൽ താങ്കൾ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? പിണറായി വിജയൻ എന്നൊരാൾ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാകുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ന് ടോറസ്. എന്നിട്ടിപ്പോൾ അങ്ങ് ജയിച്ചാൽ തിരുവനന്തപുരം സ്വർഗമാക്കി തരാമെന്ന് ഒരാൾ 15 വർഷം കൊണ്ടാക്കിയത് നഗരം കണ്ടു. നിങ്ങളൊക്കെ ചേർന്ന് ആക്കിയിടത്തോളം മതി എന്നാണ് ഇന്നീ നഗരം തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടി, പന്ന്യൻ രവീന്ദ്രൻ നിങ്ങളെപ്പോലെ ശതകോടീശ്വരനോ ആഗോള പൗരനോ ഒന്നുമല്ലായിരിക്കും. പക്ഷേ ഈ നാട്ടിലെ പൗരന്മാരെ അയാൾക്കറിയാം. അതുമതി ഞങ്ങൾക്ക് എന്ന് തിരുവനന്തപുരത്തുകാർ തീരുമാനിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല സാർ.